അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, പലരും ഈയിടെ ചോദിച്ച ഒരു ചോദ്യമാണ്, വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസവും ഒത്തുവന്നാൽ ഒരു ദിവസമായാൽ അന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വല്ല ഇളവുമുണ്ടോ സാധാരണക്കാരായ ആളുകൾക്ക്? ഇതാണ് ചോദ്യം. ഇൻഷാ അള്ളാഹ് ഏതു വിഷയത്തിലും ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലാണല്ലോ. നമുക്ക് പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളിലേക്ക് ശ്രദ്ധിക്കാം. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച റിവായത്താണ്. മഹാനായ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട്, മറ്റൊരു സഹാബിയാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഷഹിദ്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദിൻ, നബിയുടെ കൂടെ താങ്കൾ ഒരു ദിവസം വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ പെരുന്നാളും ഒത്തുവന്ന ആ രണ്ട് പെരുന്നാളുകളിൽ താങ്കൾ സാക്ഷിയായിരുന്നോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്ന ഒരു ദിവസത്തിന് നബിയുടെ കൂടെ താങ്കൾ സാക്ഷിയായിരുന്നോ? ഫഖാല നഅം. അപ്പോൾ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. ഫഖാല കൈഫ സനഅ. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അന്ന് പ്രവർത്തിച്ചത്, എന്താണ് പറഞ്ഞത്? ഖാല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്, സ്വല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, അഥവാ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. സുമ്മ റഖസ ഫിൽ ജുമഅ, ജുമഅയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇളവ് നൽകി. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മൻ ശാഅ അൻ യുസല്ലിയ ഫലിയുസല്ലി, ജുമഅ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞാൽ, അല്ലാത്തവർക്ക് ഇളവുണ്ട്, ളുഹർ നമസ്കരിച്ചാൽ മതി, അവരുടെ വീടുകളിൽ വെച്ച് ളുഹർ നമസ്കരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ജുമഅക്ക് പങ്കെടുക്കാതിരിക്കാൻ അവർക്ക് ഇളവുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് ഇജ്തമഅ ഫീ യൗമിക്കും ഹാദാ ഈദാൻ, ഇന്നേ ദിവസം രണ്ട് പെരുന്നാളുകൾ ഒത്തുവന്നിരിക്കുന്നു. ഒരു പെരുന്നാളിൻ്റെ ഉദ്ദേശം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ രണ്ട് പെരുന്നാളുകൾ ഒത്തുവന്നിരിക്കുന്നു. ഫമൻ ഷാഅ അജ്സഅഹു മിനൽ ജുമഅ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർക്ക് ജുമഅക്ക് ബദലായി ഈ പെരുന്നാൾ നമസ്കാരം തന്നെ മതി. എന്നാൽ വ ഇന്ന മുജമ്മിഉൻ, ഞങ്ങൾ എന്തായാലും ജുമഅ നമസ്കരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞങ്ങൾ ജുമഅ നമസ്കരിക്കും, പക്ഷേ ജുമഅക്ക് വരാതിരിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് ഇളവുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതേപോലെ തന്നെ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഇജ്തമഅ ഈദാനി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് പെരുന്നാൾ ഒത്തുവന്നു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി ഒത്തുവന്നു. ഫസല്ല ബിന്നാസ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കരിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, മൻ ഷാഅ അൻ യഅതിയൽ ജുമുഅത ഫലിയഅതിഹ, ജുമഅക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ജുമഅക്ക് വരട്ടെ. വമൻ ഷാഅ അൻ യതഖല്ലഫ ഫലിയതഖല്ലഫ്, ആരാണോ അങ്ങനെ വരാതിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വീട്ടിൽ ഇരിക്കാവുന്നതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഉബൈദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, ഷഹിദ്തു മഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ ഒരു പെരുന്നാൾ ദിവസത്തിൽ പങ്കെടുത്തു. ഫകാന ദാലിക യൗമൽ ജുമഅ, അത് വെള്ളിയാഴ്ചയുമായിരുന്നു. അങ്ങനെ ഫസല്ല ഖബ്ലൽ ഖുത്ബ, അങ്ങനെ ഖുത്ബയുടെ മുമ്പ് അദ്ദേഹം നമസ്കരിച്ചു, പെരുന്നാൾ നമസ്കാരം. സുമ്മ ഖതബ, പിന്നീട് പെരുന്നാൾ ഖുത്ബ നിർവഹിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാൻ, ഇന്ന് രണ്ട് പെരുന്നാൾ ഒത്തു വന്നിരിക്കുന്നു, വെള്ളിയാഴ്ചയും പെരുന്നാളും. ഫമൻ അഹബ്ബ അൻ യൻതളിറൽ ജുമഅ മിൻ അഹ്ലിൽ അവാലി ഫൽയൻതളിർ, അതുകൊണ്ട് മദീനയുടെ പരിസര പ്രദേശത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ ജുമഅ നമസ്കരിക്കുന്നത് വരെ കാത്തിരിക്കുകയാണെങ്കിൽ അവർക്ക് കാത്തിരിക്കാം. എന്നാൽ വമൻ അഹബ്ബ അൻ യർജിഅ
ഫഖദ് അദിൻതു ലഹു. എന്നാൽ മടങ്ങി വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ജുമയിൽ പങ്കെടുക്കാതെ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ അനുവാദം നൽകുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകൾ, വേറെയും ധാരാളം ഹദീസുകൾ സമാന ആശയത്തിലുള്ളത് വന്നിട്ടുണ്ട്. സ്വഹാബികളിലേക്ക് ചേർക്കപ്പെട്ട മൗഖൂഫായ റിവായത്തുകളും വന്നിട്ടുണ്ട്. നബിയിലേക്ക് ചേർക്കപ്പെട്ട മർഫൂആയ റിവായത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസവും ഒത്തുവന്നാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് ജുമഅയിൽ പങ്കെടുക്കാതിരിക്കാൻ ഇളവുണ്ട്. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭ ഈ വിഷയത്തിൽ ഈ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ പറഞ്ഞ വാചകം ഇപ്രകാരമാണ്: വബിനാഅൻ അലാ ഹാദിഹിൽ അഹാദീസിൽ മർഫൂഅത്തി ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ഹാദിഹിൽ ആസാരിൽ മൗഖൂഫത്തി അൻ അദദിൻ മിനസ് സ്വഹാബത്തി റളിയല്ലാഹു തആല അൻഹും. നബിയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകൾ, ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ധാരാളക്കണക്കിന് സ്വഹാബികളിലേക്ക് ചേർക്കപ്പെട്ട റിവായത്തുകളുടെ അടിസ്ഥാനത്തിലും വഅലാ മാ ഖററഹു ജുംഹൂറു അഹ്ലിൽ ഇൽമി ഫീ ഫിഖ്ഹിഹ, അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ അംഗീകരിച്ചതിൻ്റെയും സ്ഥാപിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ഫഇന്നൽ ലജ്നത തുബയ്യിനുൽ അഹ്കാമൽ ആതിയ, ലജ്നത്തുദ് ദായിമ അഥവാ പണ്ഡിത സഭ ഇപ്രകാരം ഒരു ഫത്വ നൽകുന്നു, അല്ലെങ്കിൽ അവർ വിശദീകരിക്കുന്നു. എന്താണത്? പലതും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മൻ ഹളറ സ്വലാത്തൽ ഈദി, ആരാണോ പെരുന്നാൾ നമസ്കാരത്തിന് ഹാജരായിട്ടുള്ളത്, ഫയുറഖ്ഖസു ലഹു ഫീ അദ്മി ഹുദൂരി സ്വലാത്തിൽ ജുമഅ, അവർക്ക് ജുമഅയിൽ പങ്കെടുക്കാതിരിക്കുവാൻ ഇളവുണ്ട്. വയുസല്ലിഹ ളുഹ്റൻ, അവർ ളുഹർ നമസ്കരിച്ചാൽ മതി, ഫീ വഖ്തിൽ ളുഹർ, ളുഹറിൻ്റെ സമയമായി കഴിഞ്ഞാൽ. വ ഇൻ അഖദ ബിൽ അസീമത്തി ഫസല്ല മഅൻ നാസിൽ ജുമഅ ഫഹുവ അഫ്ളൽ, എന്നാൽ അവർ ജുമഅക്ക് വരാൻ തീരുമാനിക്കുകയും അങ്ങനെ ജനങ്ങളുടെ കൂടെ ജുമഅ നമസ്കരിക്കുകയും ചെയ്താൽ അതാണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. ഈ ഫത്വ പുറപ്പെടുവിച്ച പണ്ഡിതന്മാർ അഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദില്ല ആലു ഷെയ്ഖ്, അതേപോലെ തന്നെ അഷേഖ് അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഖദയാൻ, അതേപോലെ തന്നെ അഷേഖ് ബക്കർ ഇബ്നു അബ്ദില്ല അബൂ സൈദ്, അതേപോലെ തന്നെ അഷേഖ് സാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ വഹഫളഹുമുല്ലാ. ഈ പണ്ഡിതന്മാരൊക്കെയാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വെള്ളിയാഴ്ച ദിവസവും പെരുന്നാളും ഒത്തുവന്നു കഴിഞ്ഞാൽ അന്ന് ജുമഅ നമസ്കാരത്തിന് ഇളവുണ്ട്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അന്ന് ജുമഅ നമസ്കരിക്കുകയേ വേണ്ട എന്നാണ്. അത് ശരിയല്ല. ജുമഅയിൽ പങ്കെടുക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതിന് രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ജുമഅ കൂടി നമസ്കരിച്ചിട്ടുണ്ട്. പെരുന്നാൾ മാത്രമല്ല, ജുമഅയും നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും അഫ്ളലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ജുമഅയിൽ പങ്കെടുക്കലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ ഒരു പ്രയോഗമുണ്ട്. എന്താണത്? വ ഇന്നാ മുജമ്മിഊൻ, ഞങ്ങൾ എന്തായാലും ജുമഅയിൽ പങ്കെടുക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ജുമഅ നിർവഹിക്കും. അപ്പോൾ അത് ഒരു പ്രോത്സാഹനമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജുമഅ നിർവഹിക്കുമ്പോൾ, ഖുത്ബ നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് പോവാതിരിക്കാൻ കഴിയുക? അപ്പോൾ അതിലൊരു പ്രോത്സാഹനം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അഫ്ളൽ എന്താണ്? ആ ജുമഅയിൽ കൂടി പങ്കെടുക്കലാണ്. എന്നാൽ ഇളവ് നൽകാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ പലർക്കും അന്ന് പലയിടങ്ങളിലും ഒരു ആഘോഷം എന്നുള്ള നിലക്ക് പോകാനുണ്ടാകും, ആഘോഷിക്കാനുണ്ടാകും. അതേപോലെ തന്നെ നേരത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പല ദൂരദിക്കുകളിൽ നിന്നുമാണ് ജുമഅക്ക് വരുന്നത്, അല്ലെങ്കിൽ പെരുന്നാളിന് വരുന്നത്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് അവർക്ക് കുട്ടികളുടെ കൂടെ ആഘോഷിക്കണം, വീണ്ടും അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി വീണ്ടും തിരിച്ചു വരുന്നതിലുള്ള ആ ഒരു ആഘോഷത്തിന് അതൊരു തടസ്സമാകും എന്നുള്ള നിലക്ക് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അതിൽ ഒരു ഇളവുണ്ട്. എന്നാൽ പള്ളികളുടെ പരിസരങ്ങളിലും മറ്റുമൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായും ആ ജുമഅയിൽ പങ്കെടുക്കൽ തന്നെയാണ് അഫ്ളൽ. എന്നാൽ പെരുന്നാളിന് പലർക്കും പലയിടങ്ങളിലും യാത്ര ചെയ്യാൻ, കുടുംബക്കാരെ സന്ദർശിക്കാനൊക്കെ ഉണ്ട്. അവർക്ക് ളുഹർ നമസ്കരിക്കലാണ് ഖൈർ. യാത്രയാകുമ്പോൾ ളുഹറിൻ്റെ കൂടെയാകുമ്പോൾ അസർ കൂടി ജമ്മാക്കാമല്ലോ. ആ നിലക്കൊക്കെ ഉള്ള ഇളവുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ ജുമഅയിൽ ഇളവുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ പള്ളികളിൽ ജുമഅ നമസ്കരിക്കാതിരിക്കരുത് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഘടിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്ന ആളുകൾക്കാണ് ഇളവുകളുള്ളത്. എന്നാൽ ജുമഅ നടക്കുന്ന പള്ളികളിൽ അവിടെ ജുമഅ നടക്കണം, അതേപോലെ തന്നെ ഖുത്ബയും നടക്കണം. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇളവുണ്ട് എന്ന് കരുതി അന്നേ ദിവസം ജുമഅ നടക്കുന്ന പള്ളിയിൽ ളുഹർ അല്ല നമസ്കരിക്കേണ്ടത്. അത് വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായി ചെയ്യാനുള്ളതാണ്, വീടുകളിൽ വെച്ചും മറ്റും. എന്നാൽ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമഅ നമസ്കാരം തന്നെയാണ് നടക്കേണ്ടത്.
അവിടെ ഖുത്ബയും നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. അന്ന് തീരെ നമസ്കരിക്കണ്ട എന്നല്ല, പല ആളുകളും കരുതിയത് ളുഹർ പോലും നമസ്കരിക്കണ്ട എന്നാണ്. അതൊക്കെ തെറ്റാണ്. അവർ ളുഹർ നമസ്കരിക്കണം. ഇനി പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അതാണ് കൂടുതൽ ഹൈറായിട്ടുള്ളത്. പള്ളികളിൽ ഈ നമസ്കാരം നിർവഹിക്കപ്പെടുകയും വേണം. എന്നാൽ അതല്ലാത്ത നിലക്കുള്ള ആളുകൾക്ക് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഇളവുകളുണ്ട് എന്ന് വളരെ കൃത്യമായ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇഷ്കാല് വേണ്ടതില്ല. അതൊരു പുതിയ കണ്ടുപിടുത്തമാണ് എന്നും ആരും കരുതേണ്ടതില്ല എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.